രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയായി. അപ്പോൾ ഞാൻ രാവിലെ ഇച്ചിരി കടുകും ഉണക്കമുളകും പിന്നെ കുറച്ച് തേങ്ങയും ഒക്കെ ഒന്നിങ്ങനെ വറവിട്ടിട്ട് ആ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറ് നേരെ ഇതിലേക്കിട്ടൊരു ഉപ്മാവ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മുടെ വീട് എല്ലാം പരന്ന് കിടക്കുകയാണ്. കാരണം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊടുത്ത മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടൊക്കെ ചുരിദാർ അടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ ആ സ്ഥലം മൊത്തം പരത്തിയിടും, എന്നിട്ട് ഒറ്റടിക്കാണ് വൃത്തിയൊക്കെ ചെയ്യുക. അതാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോൾ ഞാനത് ഇന്നലെ തയ്ച്ച ചുരിദാറാണ്. അപ്പോൾ ഞാനതൊക്കെ വാഷ് ചെയ്തിട്ട് ഇന്നലെ രാത്രി വാഷ് ചെയ്തിട്ട് ഇവിടെ ഉണക്കിയിട്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞാൻ ഈ വർഷം തുടങ്ങിയിട്ട് ചക്ക കഴിച്ചിട്ടുണ്ടായില്ല. ചക്കൻ്റെ കാലൊക്കെ കഴിയാനായി, പക്ഷെ ഞാൻ ചക്ക കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിത് ഒരു ചക്ക ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഈ ചക്ക ഞാൻ എങ്ങനെ ഒപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചക്ക കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം. ഞാൻ ഏകദേശം 3 ചുരിദാറുണ്ടോ ഇന്നലെ അടിച്ചത്. ഇന്നലെ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 3 ചുരിദാറൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നയം ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്യാമറയിലാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സീൻ ഇങ്ങനെ ബ്ലറായി പോകുന്നത്. പിന്നെ കുറച്ച് ഷെയ്ക്കിങ്ങും കൂടുതലുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഡെയിലി വ്ളോഗിന് നമുക്ക് ഫോൺ തന്നെ ശരിയാവുള്ളൂ, ക്യാമറ ശരിയാവില്ല എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ എടുക്കൽ കണ്ടപ്പോൾ മനസ്സിലായി. ക്ലാരിറ്റി ഒക്കെ നന്നായിട്ടുണ്ടാവും, പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര പ്രയാസമാണ്. അപ്പം നമ്മൾ ചുരിദാറൊക്കെ നമ്മൾ തയ്ച്ച് അയൺ ചെയ്ത് നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഗുജറാത്തിൽ നിന്ന് കൊടുക്കുന്ന 3 ചുരിദാർ മെറ്റീരിയൽ കൊണ്ട് ചുരിദാർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഊരുതണ്ടി എത്തിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ആടി ആടി നടക്കണ്? ആ നെറ്റിപ്പോ കൊതുക് അകത്ത് കയറ്. ഈ കൊതുകൊക്കെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറി വരാൻ പഠിച്ചേക്കണ്. ബാ, വന്ന ഉടനെ ഇരിക്കാൻ പോവാ. നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട്, പണികളുണ്ട്. ഇന്ന് ഇവിടെ ഒരു സുന്ദരി കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. റൊണാൾഡോ ആണേ നോക്കിയേക്ക്. സായിക്കുട്ടി രാവിലത്തെ ക്രിക്കറ്റ് കളിക്കാൻ പോവാ. ബ്ലറായി പോയി, കിട്ടിയില്ല. അതേ, ഇന്ന് നജിയമ്മ വരും. ഇന്ന് നജിയമ്മ ഗസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കോഴി വാങ്ങിക്കുന്നുണ്ടല്ലോ. പിന്നെ മുട്ടയുണ്ട്. മുട്ട കഴിഞ്ഞിരിക്കുന്നു. ആ നെയ്വായി പഴം കിട്ടിയില്ലല്ലോ. അപ്പോൾ അത് കുറേ ദിവസത്തിന് ശേഷം നമുക്ക് ഇന്നൊരു വിരുന്നുകാരുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത താത്തയും പിന്നെ കുട്ടികളുമാണ് ഇന്നത്തെ ഗസ്റ്റുകൾ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനും പിന്നെ മുട്ടയൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് മറ്റേ വൈകുന്നേരം നമ്മൾ ചിക്കനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കാൻ. ഇപ്പോൾ ചിക്കന് 4 ആയിട്ട് വെട്ടി മുറിച്ചതാണ്. പിന്നെ നമ്മൾ കുറേ എഗ്സും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വേഗം മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കണമായിരിക്കും നല്ലത് കേട്ടോ. ഇതാണ് നമ്മളെ അന്നക്കുട്ടി. അന്നക്കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇന്നോള്. എവിടെ അന്നക്കുട്ടി കാണിച്ചേ? എനിക്ക് ഇത്ര ധൈര്യത്തോടെ മൈലാഞ്ചി ഇടാൻ കഴിഞ്ഞ ഞാൻ കൊറേ മൈലാഞ്ചി ഇട്ട് സ്റ്റാമ്പ് പൊട്ടിച്ചിട്ട് നടക്കാറല്ലേ. അന്നക്കുട്ടിക്ക് മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അന്ന തന്നെയല്ലേ തൻ്റെ പേര്? ആ യെസ്, അന്നക്കുട്ടി. പിന്നെ നമ്മൾ വീടിൻ്റെ ഉമ്മർത്ത് വെച്ചിരിക്കുന്ന ചെടികളുണ്ടല്ലോ, ആ ചെടികളൊക്കെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മാറ്റാൻ ഞാൻ സായിക്കുട്ടിയോട് പറഞ്ഞു കേട്ടോ. കാരണേ നമ്മളിപ്പോൾ ചെടികൾ വെച്ചിരുന്ന സ്ഥലമല്ലേ, അവിടെയാണ് നമ്മൾ കോളിംഗ് ബെല്ല് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോളിംഗ് ബെല്ല് അടിക്കാനും വേണ്ടിയിട്ട് ആളുകൾ വരുമ്പോൾ ആ ചെടിൻ്റെ ഇലമൊക്കെ മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെടി കേട് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പറഞ്ഞു വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സായിക്കുട്ടിൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അന്നക്കുട്ടിൻ്റെ ബ്രദർ. അപ്പോൾ അവനും ചേർന്നിട്ട് ചെടികളൊക്കെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറയേ. ഇതാണ് നമ്മുടെ ഷിഫു, ഐവിൻ, സായിക്കുട്ടി. ഇവരാണ്. നിങ്ങൾ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്? ബാറ്റ് തിരിച്ച് നടക്കാനാ? അങ്ങനെ അന്നക്കുട്ടി മൈലാഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട്. അന്നക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഭംഗിയുണ്ടോ? നന്ദി ഉണങ്ങുവരെ ഇങ്ങനെ തന്നെ വെച്ചോട്ടാ. ഇന്നോ ഈ എഗ്ഗെല്ലാം നമ്മളെ ഫ്രിഡ്ജിൽ അടുക്കി വെക്ക്. അതാണ് ഞാൻ അടുത്ത പണി. അതെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ട്രേന്ന് ഈ എഗ്ഗ് എടുക്കുന്ന സമയത്തേ പല കൂട്ടുകാരും നമ്മളത് ചോദിച്ചിരുന്നു, ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ട്രേ എവിടുന്നാണത്. ഇത് ഈ ഫ്രിഡ്ജിലത്തെയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ, ഇതാവൂല. ഇതാ കാര്യം ചോദിച്ചു. അത് നമ്മൾ എഗ്ഗ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മുട്ടക്കടയിൽ നിന്ന് കിട്ടുന്നത് ട്രേ ആണ്.
പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സംഭവം ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. നമ്മൾ എവിടുന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ നമ്മൾ ആ ആദ്യം ഇരിക്കുന്ന 2 എഗ്ഗ് ഇതാ അതിൻ്റെ അടുത്താ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ആവും. പൊട്ടിക്കല്ലേ. അങ്ങനെ നമ്മൾ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊടുക്കുന്ന മെറ്റീരിയൽ കൊണ്ട് അടിച്ച ചുരിദാർ. ഇതുപോലത്തെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരു ആഷ് കളറാണ്. ഞാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല, ഒന്ന് വേഗം അടിച്ച് തീർത്ത ചുരിദാറാണ് ഇത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഷാൾ വലുതാണ്, അതാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഷാനുമോന്, അന്നക്കുട്ടി, അല്ല അന്നമോൾ വന്നപ്പോൾ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഞാൻ നെജി എപ്പോഴും വരുമ്പോൾ ബേക്കറി കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഓളത്ത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഇനി ബേക്കറി ഒന്നും വാങ്ങിക്കണ്ട, ബേക്കറി വാങ്ങിക്കണ്ട പറഞ്ഞാൽ ഓള് വാങ്ങിക്കും. അപ്പോൾ എന്നാൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നെജിത്ത് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു ചക്കയാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ ചക്കക്ക് പിന്നെ ഒരു കഥ ഉണ്ട്, ആ കഥ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ചക്ക കിട്ടിയപ്പോഴാണ് ഞാൻ നെജിനെ വിളിച്ചത്. അല്ല, ചക്കക്കൂട്ടൻ കഴിച്ചിട്ടില്ല എന്നിട്ട് ചക്കക്കൂട്ടൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിളിക്കണതല്ല, വെട്ടിക്കൂട്ടി കഴിപ്പിക്കാൻ വിളിക്കണതാണ്. നമ്മൾ നെജി വരുമ്പോൾ കുറേ മാങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാങ്ങ മുഴുവൻ കഴിച്ചു തീർക്കാൻ ഞാൻ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം ചക്കയും മാങ്ങ ഒന്നും വല്ലാണ്ട് കഴിച്ചിട്ടില്ല. മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിന് ആ കഴിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. മറ്റേത് വീട്ടിലായിരുന്ന സമയത്ത് അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാങ്ങ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ മാങ്ങ എല്ലായിടത്തും ഞാനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പോട്ടെ. അപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പഴവും മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങോട്ട് പറയാൻ പറ്റൂല. നമ്മളെ അനുമോള് 4ാമത്തെ കാത് കുത്തിയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഇന്ന് തന്നെ ആ കമ്മൽ മാറ്റി കുത്തണം പറയുന്നത്. നല്ല വേദന ഉണ്ടാവേ, നാളെ വേദന ഉണ്ടാവും. അയച്ചോ, എന്താ എന്റെ പ്രശ്നം? ഓളല്ലേ കമ്മൽ മാറ്റി, ഇട്ട പരിചയമുള്ള കാരണം കൊണ്ടേ ഞാൻ മറ്റേ സാധനം നീക്കണ റൗണ്ടിന്റെ ഉണ്ടല്ലോ അതിലിട്ടിരുന്നത് ആ വേദന ഇവിടെ അറിയണ്ട. ഈ ചെവിന്റെ അവിടെ ചോക്കുണ്ട്. അന്റെ മൂന്ന് ഒരു കുലുക്കൊല്ലാതെ കളിച്ചു കഴിഞ്ഞു. ഓ ഏതായിരുന്നു അപ്പത്? 2ാമത്തതോ? അങ്ങനെ നമ്മൾ ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിൽ പോകാനുണ്ടോ. നമ്മുടെ വീടിനകത്ത് ചക്ക മുറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളഞ്ഞാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടെറസിന്റെ മുകളിൽ നമുക്ക് വിശാലമായി പോയി സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കത്തി, മടാള്, വെളിച്ചെണ്ണ, പിന്നെ കാമ്പോട്, അങ്ങനെ ഇത്യാദി സാധനങ്ങളുമായി നമ്മൾ പോവാണ്. ഇന്നുമോള് ചക്ക എടുക്കും. അന്നമോ നമുക്ക് തുണികൾ ടെറസിന്റെ മുകളിൽ വിരിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ ജാസ്മിൻകുട്ടി കണ്ടപ്പോൾ ജാസ്മിൻകുട്ടി പറഞ്ഞു, ഈ മറ്റേ സിറ്റൂട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ട് പിന്നെ എന്തിനാണ് തുണിയുടെ സിറ്റൂട്ടി വിരിച്ചിരുന്നത്, മേലാലെ സിറ്റൂട്ടി തുണി വിരിച്ചെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻകുട്ടിന്റെ അഭ്യർത്ഥന വാങ്ങിച്ച് നമ്മൾ ഇനി മുതൽ സിറ്റൂട്ടി തുണികൾ വിരിച്ചിട്ടില്ല, നമ്മൾ മുകളിൽ തുണികൾ വിരിച്ചിടും കേട്ടോ. അപ്പോൾ അങ്ങനെ തുണികളുമായിട്ട് അന്നമോ കയറി വരും. ഈ വർഷം ചക്ക സീസൺ തുടങ്ങിയിട്ട് ഞാൻ ഒരു താഴത്തെ റൂമിൽ നിന്ന് എനിക്ക് ഇടിച്ചക്കൻ്റെ ഉപ്പേരിയും ഒരു ചക്കക്കൂട്ടാനും കിട്ടിയിരുന്നു കേട്ടോ. അത് മാത്രമാണ് ഞാനും ചക്കയുമായുള്ള ബന്ധം. ഒരു പഴുത്ത ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് കൊടുന്നു തന്നതാണ് കേട്ടോ. എനിക്ക് ഈ ചക്ക കിട്ടിയത് ഭയങ്കര സന്തോഷമായി. അവിടെ അന്നമോൻ പിന്നുമോളും തുണികളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചക്ക മുറിക്കലിലേക്ക് മറ്റേ എന്താ പറയുക പ്രവേശിക്കാൻ പോവുകയാണ്. ചക്ക മുറിക്കുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നല്ലോണം കൈ ഓക്കെ. ആഹാ, നന്നായിട്ട് നമ്മുടെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച മടാളുമായിട്ട് അയ്യോ എന്താ പറയുക നല്ല ഗ്രീസ് എടുത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങി ചക്ക വെട്ടിയാൽ മതിയാവും. ശരിക്ക് മഴ വേണ്ടേ, മഴ ഇല്ലാത്ത ഇത് അല്ല, ആ കോളാബ്രേഷനെ കുറിച്ച് ആട്ടമുണ്ട്, ഇരിക്കേണ്ടതാണ് തോന്നുന്നത്. ഈ സമയം വേഗം ഉപ്പേരിയൊക്കെ ഞൊട്ട് സമയമല്ല. ഓക്കെ. അയ്യോ, പച്ചച്ചക്ക തിന്നാ വയറൊക്കെ വരും.
ടൈറ്റ് ആവുമോ? അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. വയറുവേദന എനിക്കൊന്നൊക്കെ പറഞ്ഞേക്കാം. പേടിപ്പിക്കാൻ പറയണോ? ഓക്കെ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. ചക്ക ഉഷാറാണ്. ലൈറ്റ് മധുരമാവും. അന്നമ്മനെന്താ പറയാനുള്ളത്? ലൈറ്റ് നല്ല ഫ്ലേവർ. നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ ചക്കക്കൂട്ടാനും കഞ്ഞിയും ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം നമുക്ക് അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇന്നുമോള് അവിടെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഞാനും താത്തയും കൂടി മറ്റേ ചക്ക നല്ല വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് ചക്ക ഇങ്ങനെ ചോളം ഇങ്ങനെ ശരിയാക്കി തരും. ഞാനത് കട്ടിമുടുപിട്ട് ടക്കടക്കയെന്ന് നല്ലവണ്ണം വേഗം അരിഞ്ഞെടുത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ചക്ക എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. മൊത്തം ചക്ക എടുത്തിട്ട് ഉപ്പേരി കൂട്ടാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലവായി പോകുമോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് കിട്ടും. അപ്പോൾ നജിയാണ് പറഞ്ഞത് ഇതിങ്ങനെ വെച്ചിട്ട് ഫ്രീസറിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും എടുത്തു വെക്കാം, ഒരു പ്രശ്നമില്ലാതെ അത് ഫ്രീസറിൽ ഇരിക്കും. നമുക്ക് ഇനി ചക്ക കിട്ടാത്ത സീസണിൽ നമുക്കതെടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രീസറിൽ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചക്ക നമ്മൾ കുക്കറിലിട്ട് വിസിലടിക്കണം. അപ്പോൾ ചക്ക എടുത്ത് നോക്കിയപ്പോൾ അത് ആ കുക്കറിൽ ഫുള്ളായിട്ടുണ്ട്. നെച്ചി പറഞ്ഞു ഓക്കെ, അത് കുക്കറിൽ അങ്ങനെ ഫുള്ള് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് വേവുമ്പോൾ അതങ്ങനെ താന്നു പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അനുമോള് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ തുടപ്പ് എങ്ങനെ വെക്കാന്ന് അവൾക്ക് ഭയങ്കര എന്താ പറയുക കൺഫ്യൂഷൻ. അപ്പം ഞോള് വെക്ക് അന്നെ പഠിപ്പിക്കും. വെച്ചോ വെച്ച് കഴിഞ്ഞു. പക്ഷെ ബ്ലറായി അത്. നമ്മൾ ക്യാമറ എടുത്ത കാരണം കൊണ്ട് അന്നമ്മ വെച്ച സീൻ ബ്ലറായി. ഇഷ്ടപ്പെട്ടോ? സാധനം രസമല്ല? അടിപൊളിയായിട്ടില്ലേ? ഉപ്പ് ജീരകം നടത്ത് കിട്ടൂല. നെജി പഠിച്ചെടുത്തു ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന്. മറ്റേ ഇതിൽ പൊടി ഇട്ടപ്പോൾ എന്തപ്പോ പാട്? അതൊക്കെ വേവുമ്പോ അതിന്റെ കൂടെ ഇളക്കുമ്പോ അങ്ങോട്ട് പോകും അടിയിക്ക്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതിന്റെ അടിയിക്ക് പോകും. നമ്മൾ ഇതിന്റെ മുകളിൽ ഇട്ടാൽ മതി. നമ്മുടെ നാട് രീതിയിലുള്ള നല്ല ചക്കക്കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മുളക് പൊടി പച്ചക്കറിക്കൊന്നും ഇടേല്ല, പച്ചമുളക് മാത്രം. നമ്മളത് പച്ചമുളക് ഇട്ടാ മീൻ കറിക്ക് മാത്രം. പക്ഷെ ഇത് ഇങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കല്. അത് പോണ്ട. ഇത് കാശ്മീരി മറ്റേത് മിക്സഡാണ്. അതെ. അങ്ങനെ നമ്മൾ ഒരു കുക്കർ നിറയെ ചക്ക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കാൻ പോണത് കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഇതിപ്പോൾ എന്താവും, കുക്കർ പൊട്ടിത്തെറിക്കോ എന്ന് വരെ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചിട്ടോ. അപ്പോഴാണ് ചേച്ചി മറ്റേ ഇതിൽ ചക്കക്കുരു ഇടാൻ മറന്നത് കേട്ടോ. നമ്മൾ ചക്കക്കൂട്ടാനിൽ ചക്കക്കുരു കിട്ടുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ചക്കക്കുരു ഇത് നമ്മൾ ഈ ചക്കൻ്റെ അടിയിൽ വെക്കേണ്ടതായിരുന്നു അത്രേ. അപ്പോൾ ആൾ ചക്കക്കുരു കുഴിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചക്കക്കുരൊക്കെ കുഴിച്ചിട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചക്ക മുറിച്ച് കുക്കറിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നെജിനെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ നീ വന്നാൽ മതി, നീ വെറുതെ വന്നവർക്ക് റെസിപ്പി പറഞ്ഞാൽ മതി, ഞാനെല്ലാം ചെയ്യും, നീ അങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരുത്തിച്ചിട്ട് ഇപ്പൊ ഫുള്ള് ഓൾക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ അസിസ്റ്റന്റ് കേട്ടോ. അല്ല അസിസ്റ്റന്റ് വർക്ക് നമ്മൾ ചെയ്യും, പക്ഷെ ആ നെജിനെ മെയിനായിട്ട് ഏറ്റെടുത്തു. ഞാൻ പിന്നെ പിന്നീട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റേ കുറുക്കൻ ചെത്തൊക്കെ ആവാൻ എന്തോന്നുണ്ടല്ലോ മറ്റേ എന്താ പ്രശ്നം എന്താ? നെട്ട് പോയ സ്കുറലിന്റെ പോലെ രണ്ടുപാട് ഇരിക്കണം. എന്താണ് എന്താ കാര്യം? എന്താണ്? ഒന്നുമില്ല. ഇവൾക്ക് ഇന്നലെ അങ്ങാടിപ്പുറം പൂരം കാണാം, ഫ്രണ്ട്സിന്റെ കൂടെ പോയി അറമാന്തിച്ച് ആഘോഷിച്ച് വന്നിട്ട് അവൾക്ക് ഇന്നും പോകണമെന്ന്. അപ്പം ഇന്ന് ഇവിടെ ഗസ്റ്റുകളുള്ളതാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അവളെ മോന്ത കെട്ടിയിരുത്തം. ഇന്നലെ ആകെ ആനയും ചെണ്ടയും മാത്രമാണെന്നുള്ളു. ഇന്ന് തറയും പൂതനും വരും, ദേവിയുടെ വേഷം കെട്ടിയ ആൾക്കാർ വരും, പിന്നെ നാസിക് ഡോൾ ഉണ്ടാവും, ശൃംഗാരിമേള ഉണ്ടാവും, ആന ഉണ്ടാവും. അങ്ങനെ നമ്മളെ പട്ടമറ്റമ്മ പറഞ്ഞ കേട്ടിട്ടില്ലേ, എല്ലാ സന്തോഷം കൂടിയും ഒരുമിച്ച് കിട്ടൂല. ഇപ്പം ഇന്നലെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ, ഇന്നലെ ഫ്രണ്ട്സ് കൂടെ ആഘോഷിച്ചു, അപ്പോൾ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അനുമു മറ്റേ അനക്കെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അനക്കൊന്നും പറയാല്ലേ? ഒന്നും പറയാനില്ല. അയ്യോ മമ്മ അന്മോളോട് അനക്ക് പൂരത്തിന് പോണ ഞാൻ ചിലപ്പോ അന്മോളാക്കും പോവാൻ ആഗ്രഹമുണ്ട് പഴയക്കാരൻ വിചാരിച്ച്. നമ്മൾക്ക് ഇന്നുമോളെ മുഖം കാണുമ്പോന്ന് അവൻ കളിച്ചു. അങ്ങനെ നിങ്ങളേ പോവണ്ട. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തള്ളാരൊറ്റക്കാക്കി നിങ്ങൾ പിള്ളേർ കൂടി ആഘോഷിക്കാമെന്ന് വിചാരിക്കണ്ട. നമുക്ക് അവിടെ നല്ല ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മൾ അൽഫാമൊക്കെ ചുട്ട് നമ്മളൊന്ന് അറുമാന്തിക്കും, തന്നെ അറുമാന്തം. എൻ്റെ മോളെ ആഘോഷിച്ചാട്ടെ, അതന്നെ അത്രേ ഉള്ളൂ. ഇവിടെ രണ്ടാൾക്കാർ
മുകളിലും താഴെയായി കിടന്ന് ഗെയിം കളിക്കുക. ഓ സായിക്കുട്ടിക്ക് എന്തോരം ഇടങ്ങറായിരുന്നു. ഷാനുമോനെ വിളിക്കുക പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനല്ലേ ഡാ സായിക്കുട്ടിയെ. ഓനക്കിട്ട് നോക്കാനും കൂടി നേരല്ല. നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ലൈറ്റൊക്കെ കെടുത്തി തരാം. മറ്റേ ആളുകളൊക്കെ ബൂസ്റ്റ് വിളിക്കുന്നുണ്ടാക്കുമല്ലോ. അപ്പോൾ ഓനോന്റെ കഴിവ് എല്ലാവർക്കും കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് വിളിക്കുണ്ടാക്കട്ടെ പറഞ്ഞു വരാം. പക്ഷെ സമയമായിട്ടില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഓനക്ക് ഓരോ കഴിവുകളെല്ലാവരും കാണിക്കണം. നമ്മുടെ ചിക്കൻ ഉണ്ട്. നമുക്കിത് മസാല തേച്ച് വെക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ കഴുത്തും ഒക്കെ മുറിച്ച് മാറ്റാൻ പോകണം. അപ്പോൾ ഇത് പുതുതായിട്ട് നെജിമമ്മ ചിക്കനിലേക്ക് തേക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ മസാലയാണ്. ഈ ചിക്കൻ ആരാ കഴുകിയേ? ഞാൻ കണ്ട കുട്ടപ്പനായിട്ടിരിക്കണത്. മറ്റേ നമ്മളെ ഇന്റുമോളുടെ പ്രിയപ്പെട്ട കസൂരി മെത്തി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി കസൂരി മെത്തി വാങ്ങിക്കാം. അടുത്തത് മേടിക്കണം. സാധനം മതിയോ? മുളക് പൊടിയോ മല്ലിയില വേപ്പില അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ എല്ലാ ഇലകളും അവൈലബിൾ ആണ്. നമ്മൾ പുറത്ത് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടേ. മല്ലിയില വേണ്ട അല്ലേ? അതിന് ഫ്ലേവർ മാറിപ്പോകൂല്ലേ? ഓക്കെ. എന്താവശ്യം പറഞ്ഞാൽ മതി. എല്ലാം നമ്മളോട് എന്നാ കുറച്ച് ഒറിഗാനോ പൗഡർ എടുത്തു കൊടുത്താ ഒറിഗാനുണ്ടല്ലോ. ഉണ്ട്. ഉണ്ട്. പെട്ടെന്ന് മേടിച്ചില്ലേ? ഞാൻ പെട്ടെന്ന് മേടിച്ചു. അങ്ങനെ ചിക്കൻ മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നെജി ചിക്കൻ കണ്ടപ്പോൾ പറഞ്ഞത് അതിൻ്റെ കൈയും കഴുത്തും ഒക്കെ വെട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കോഴിൻ്റെ കൈയും കഴുത്തും ഒക്കെ വെട്ടി മുറിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നോട് ഇത് നേരത്തെ ചിക്കൻ കഴുകി വെച്ചപ്പോൾ അവിടെ കരളും പിന്നെ പെട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ആ സാധനമൊക്കെ ഓൾറെഡി ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചിക്കൻ്റെ കറി ഉണ്ടാക്കാം. കഴിഞ്ഞാട്ടം വൈലാജ് നന്നായി കേസ്. എന്താ വേണ്ടേ? വെള്ളോ? ആ മുഴുവൻ കുടിക്ക്. എവിടെ വെള്ളല്ലേ കുടിപ്പിക്കുന്നേ? വേറൊന്നും അല്ലല്ലോ. വെള്ളം ഫുള്ള് കുടിക്കണം. നമ്മൾ ചക്കക്കൂട്ടാനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം, തേങ്ങ, പിന്നെ ചെറിയുള്ളി ഇതെല്ലാം മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇന്നെ പോലെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ എന്തായാലും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭാവിയിൽ ചക്ക കിട്ടുമ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പേടിച്ച പോലെ കുക്കർ പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്തില്ല. വിരുന്ന് വന്നിട്ട് പോലും കുട്ടി പഠിക്കാതിരിക്കുകയാണ് ഗൈസ്. ഫോൺ സ്റ്റാൻഡ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഫോൺ സ്റ്റാൻഡ് ഞാൻ കൊടുത്തിക്കണ്. ഇനി പഠിക്കല എൻ്റെ ഡ്യൂട്ടി. എനിക്ക് പഠിക്കണ കാര്യത്തിൽ അറിയില്ല കേട്ടോ. നമ്മൾ നേരത്തെ അരക്കാൻ വെച്ചില്ലേ തേങ്ങ, ചെറിയുള്ളി, ജീരകമൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ ഈ ചക്കയിലേക്ക് ലാസ്റ്റ് ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി നെജിൻ്റെ വക ചേർത്തതാണ് കേട്ടോ. അത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കക്കൂട്ടാൻ. ഞാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് ഈ ചക്ക കുറച്ച് പഴുക്കാൻ വേണ്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രുചിയൂറും ചക്കക്കൂട്ടാൻ നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ആ കുക്കറിൽ നമുക്ക് കഞ്ഞി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ നല്ല കടുക്, പിന്നെ ചുവന്ന മുളക്, ചെറിയ ഉള്ളി, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറവിടുക. അത് നന്നായിട്ട് വറവിടുമ്പോൾ ഒരു മണം വരൂലേ, ആ മണത്തോടെ നമ്മുടെ ചക്കക്കൂട്ടാനിലേക്ക് ഇതിങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് എടുക്കുക. ഇതിൻ്റെ കളറ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ചക്കക്കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചു, പിന്നെ കഞ്ഞിക്കും കഴിച്ചിട്ടോ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചിക്കന് നമ്മൾ വൈകുന്നേരം പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചിക്കന് നമ്മൾ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ട് മസാല ഒക്കെ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊന്ന് ഇടിക്കൊക്കെ ചെയ്യണമായിരുന്നു. ഞാൻ ഇടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കനെ. തൽക്കാലം ഇപ്പോൾ വരഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഉപദ്രവിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അത് നമ്മൾ പിന്നെ കിച്ചണാകെ അലമ്പായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സായിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനക്ക് സ്ഥിരം ഷെയ്ക്ക് ഉണ്ടാക്കലാണ് പരിപാടി. അപ്പോൾ ഇന്ന് അനുമോൾക്കും ഷാനുമോൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് ഷെയ്ക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഗ്ലാസ്സൊക്കെ കഴുകിയിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഷെയ്ക്ക് എന്ന് പറഞ്ഞത് സാധാരണ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പാല്, ഇച്ചിരി ഐസ്, ബോൺവിറ്റ, പഞ്ചസാര, അത് തന്നെ. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും ഓനക്ക് സ്വന്തമായിട്ട് കുടിച്ചു വെക്കുന്നതും. കുടിച്ചു നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ടാണ് ആൾ കൊണ്ടു കൊടുക്കുന്നത്. ടേസ്റ്റ് പറയാൻ കാത്തിക്കണോ? രസമുണ്ടോ രസമല്ലേ ഇത്? ആ ഉണ്ട് അപ്രൂവ്ഡ്.
കുടിച്ച് രസം ഉണ്ടല്ലേന്ന് പറയും അതിന് കാത്തിക്കോ സൂപ്പർ. ആ കൂട്ടുണ്ട് ഇജ്ജ് നോക്കണ്ട, ഇങ്ങോട്ട് പോയിക്കോ. നമ്മള് കുറച്ച് ചക്കക്കൂട്ടാൻ സ്നേഹത്തോടെ അയൽക്കാർക്ക് കൊടുക്കണം. കൊടുക്കാൻ പോവാ. എന്നാ കൊടുത്തിട്ട് വാ. അപ്പൊ നമ്മള് ചക്കക്കൂട്ടാനും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി നമുക്കിപ്പോ ചോറും അല്ല കഞ്ഞി അല്ല തരത്തിലാണ് നിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളമില്ലാത്ത കഞ്ഞി മതി. പോലത്തെ നമുക്ക് വെള്ളം ആവശ്യമുള്ള ആൾക്കാർക്ക് വെള്ളം വെള്ളയിക്കണം. അത് വല്ലാണ്ട് വെള്ളം ഒഴിക്കണ്ട. അതേ പിന്നെ അതിന്റെ പാത്രങ്ങൾ കാണിക്ക്, കഞ്ഞി ഒഴിക്കുന്ന പാത്രം കാണിക്ക്. നെജിമമ്മ പ്ലേറ്റില്, ഞാനും പ്ലേറ്റില്. ഇത് ഞാൻ പിന്നെ എന്ത് കൂടുതൽ കഴിക്കുള്ളൂ. ഓള സ്റ്റീൽ പാത്രം, ഓളെ പ്രിയപ്പെട്ട സ്റ്റീൽ പാത്രം കാണിക്ക്. എന്റെ പ്രിയപ്പെട്ട സ്റ്റീൽ പാത്രം. അത് വളാഞ്ചേരിയിൽ പോകുന്നെങ്കിലും വളാഞ്ചേരത്തെ കുറച്ച് ശീലങ്ങൾ ഇന്നോൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. സ്റ്റീൽ പാത്രം നല്ല രസം, ഫുഡ് കഴിക്കാൻ നല്ല രസം. ഇതാണ് നെജിയമ്മന്റെ കഞ്ഞി. നെജിമ നല്ല പാത്രത്തില് നല്ല അരി നല്ലോണം കോരി എടുത്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് ചക്കക്കൂട്ടാൻ ഇപ്പൊ തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറവ് ചക്കക്കൂട്ടം എടുക്കുന്നത്. കുറഞ്ഞിട്ടൊന്നുമില്ല. ആരപ്പോ കുറച്ചത്? അല്ല ഞാൻ വീഡിയോയില് കാണുമ്പോ കഞ്ഞി കൂടിയാലും ചക്കക്കൂട്ടം നമ്മൾ കുറക്കാൻ പാടില്ല എന്നുള്ളതാണ് നെജിയമ്മന്റെ ഇത്. നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയായിട്ട് കണ്ടപ്പോണ്ടടാ അന്നമ്മ പഠിപ്പൊക്കെ നിർത്തി വേഗം കെട്ടു പറമ്പൊക്കെ എടുത്തു വെക്കുക. ഇനി കഞ്ഞി ഒടിച്ചിട്ടാവാ പഠിപ്പ് വേഗം പോരെ. എന്റെ മോളെ കഞ്ഞിക്ക് ഇനി അച്ചാറിനൊരു കുറവുണ്ടെന്നാ പറയണത്. ഇഷ്ടംപോലെ അച്ചാറുണ്ട് ഇവിടെ. ഒരച്ചാറൊന്നല്ലേ, ഒരച്ചാറൊന്നല്ല. ഈ അച്ചാർ എന്ത് അച്ചാറാണ്? ഡേറ്റ്സും ലെമണും. അതല്ലാതെ വേറെ ഉണ്ട്. ഇത് ഇരുമ്പാമ്പുളിന്റെ അച്ചാറ്, ഇത് മാങ്ങഞ്ചിന്റെ അച്ചാറ്, മാംഗോ ജിഞ്ചർ. ഇത് നട്ട്മഗ് പിക്കിൾ, ജാതിക്ക. ജാതികന്റെ അച്ചാർ. ഇനി ഈ ജാതികന്റെ അച്ചാർ മുമ്പ് കേട്ടിക്കണോ? കേട്ടിക്കണേ പക്ഷെ കണ്ടിട്ടില്ല. ഇത് ചീരമുളക് ഉപ്പിലിട്ടത്. അത് ഈ കഞ്ഞിക്ക് നല്ലതല്ലേ, നല്ല രസം ഉണ്ടാവും കഞ്ഞിക്ക്. അത് പരിശ്രമമാണോ? അപ്പൊ നമ്മള് കഞ്ഞിക്ക് ചീരമുളക് ഉപ്പിലിട്ടതാവും കോമ്പിനേഷൻ വന്നേച്ച് നമുക്ക് ചീരമുളക് കൊടുക്കാൻ പോവാണ്. നോക്കാം. നല്ല ടൈറ്റ് മുറുക്കി വെച്ചിട്ടുള്ളത്. കുപ്പി ഗ്ലാസ് ആണ്. അതെ, ആ കുപ്പിയാണ്. നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കിക്കുന്നത്. ഓ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നിറഞ്ഞു തൂവാറായിക്കണ്.